ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. കഴിഞ്ഞ വീഡിയോസിൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്പാൻഷൻ ആയിരുന്നു. എക്സ്പാൻഷൻ തന്നെ k*a+b+c എന്ന രീതിയിലുള്ള എക്സ്പാൻഷൻ്റെ രീതി എങ്ങനെ ചെയ്യാമെന്നുള്ളതൊക്കെയായിരുന്നു നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൽ നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു. അതായത് നമ്മളിപ്പോൾ 3 × 2 - x എന്ന് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ 2 - x-നെ നമ്മളെന്താ ചെയ്തുകൊണ്ടിരുന്നത്? 2 - x എന്നുള്ളതിനെ നമ്മൾ 2 + -x എന്ന് എഴുതിയതിന് ശേഷമാണ്, അതായത് ഇങ്ങനെയാക്കി എഴുതിയതിന് ശേഷമാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്, അല്ലേ? അപ്പോൾ അത് കറക്റ്റായൊരു വഴിയല്ല. എന്ന് വെച്ചാൽ കറക്റ്റാണ്, പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടെ ടൈം പോകും. നമ്മൾ ഒരു സ്റ്റെപ്പ് കൂടി കൂടുതൽ ചെയ്യേണ്ടി വരും. അപ്പോൾ എങ്ങനെ ഡയറക്റ്റായിട്ട് അത് ചെയ്തു പോകാമെന്നുള്ളത് ഈ ഒരു വീഡിയോയിൽ നമുക്ക് നോക്കാം. പെട്ടെന്ന് മനസ്സിലാക്കാവുന്ന രീതിയിൽ എങ്ങനെ അത് ഏറ്റവും എളുപ്പത്തിൽ എങ്ങനെ ചെയ്തു പോകാമെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങളൊന്ന് പഴയ രീതിയിൽ കുറച്ച് ചെയ്ത് ഒന്ന് പ്രാക്ടീസ് ആയാൽ മാത്രമാണ് ഇങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവുള്ളൂ. അതുകൊണ്ടാണ് നേരത്തെ ആദ്യമേ ഇത് പറയാതിരുന്നത്. അപ്പോൾ ഈ ഒരു രീതി നമുക്ക് ഇപ്പോൾ ഒന്ന് ചെയ്തു നോക്കാം. അപ്പോൾ 3 × 2 - x എന്നുള്ളതിന് തന്നെ നമുക്കിപ്പോൾ എടുക്കാം. 3 × 2 - x എന്നുള്ളതിന് നമുക്ക് എടുക്കാം. നമ്മളെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 3 × 2 - x-നെ നമുക്ക് എക്സ്പാൻഡ് ചെയ്യണം. അതിന് നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 3-നെ കൊണ്ട് 2-നെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. ആദ്യത്തെ ടൈം എന്ന് പറയുന്നത് 2 ആണ്. 2-ൻ്റെ ഫ്രണ്ടിൽ എന്തെങ്കിലും സിമ്പിളുകൾ ഉണ്ടോ എന്ന് നോക്കാം. 2-ൻ്റെ ഫ്രണ്ടിൽ എന്തെങ്കിലും സിമ്പിളുകൾ ഉണ്ടോ? ഇല്ല. അപ്പോൾ അത് പോസിറ്റീവ് നമ്പറാണ്, അല്ലേ? 2 എന്ന് പറയുന്നത് പോസിറ്റീവാണ്. നെഗറ്റീവ് ആണെങ്കിൽ ഫ്രണ്ടിലൊരു നെഗറ്റീവ് സിമ്പിൾ ഉണ്ടോ? അപ്പോൾ നമ്മൾ ആദ്യം 3-നെ കൊണ്ട് 2-നെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. അതിവിടെ എഴുതുന്നു. 3 × 2 എന്ന് പറയുന്നത് 6 ആണ്. ഇനി നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 3-നെ കൊണ്ട് നമ്മൾ x-നെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഇവിടെ എന്താ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ x-ൻ്റെ മുമ്പിൽ ഒരു നെഗറ്റീവ് സൈൻ ഉണ്ട്. അപ്പോൾ x എന്ന് പറയുന്നത് നെഗറ്റീവായിട്ട് നമ്മൾ എടുക്കുക. അപ്പോൾ നമ്മൾ ഈ നെഗറ്റീവ് x-നെയാണ് 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. നമ്മൾ വെറും x-നെ അല്ല 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്, ഈ -x-നെയാണ് 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. അതായത് -x-നെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് എങ്ങനെ കിട്ടും? 6-നെ നമ്മൾ 3-നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അത് പോസിറ്റീവാണ്, ഫ്രണ്ടിൽ നെഗറ്റീവ് സിമ്പിളുകളൊന്നുമില്ല. അപ്പോൾ 3 × 2 എന്ന് പറയുന്നത് 6 ആണ്. നമ്മൾ 3-നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അത് 6 എഴുതി. ഇനി 3-നെ -x കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. 3-നെ -x കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. എന്നിട്ട് ഡയറക്റ്റ് സിമ്പിൾ എഴുതി പോകുന്നു. ഇവിടെ പ്ലസ്സോ മൈനസോ ഒന്നും നമ്മൾ ഇടയ്ക്ക് ഇടുന്നില്ല. അപ്പോൾ -x × 3 എന്ന് പറയുന്നത് എന്താണ്? -3x ആണ്. അപ്പോൾ 6 - 3x എന്ന് ഡയറക്റ്റായിട്ട് നമുക്ക് എഴുതാൻ സാധിച്ചു. അപ്പോൾ ഒരു സ്റ്റെപ്പ് കുറഞ്ഞ് കിട്ടി. ഇനി ഇതുപോലെ തന്നെ നമുക്ക് അടുത്തൊരു എക്സാമ്പിൾ നോക്കാം. 3 × -2 + x. ഇതിനെങ്ങനെ എഴുതാൻ നോക്കാം. നമ്മൾ 3-നെ ആദ്യം എന്ത് ചെയ്യുന്നു? 2-നെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. പക്ഷേ ഫ്രണ്ടിൽ എന്തുണ്ട്? ഒരു നെഗറ്റീവ് സിമ്പിൾ കൂടി ഉണ്ട്. അപ്പോൾ 3-നെ നമ്മൾ -2 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഈക്വൽ ടു നമ്മൾ എന്ത് ചെയ്യുന്നു? 3-നെ നമ്മൾ -2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. 3 × -2. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നത്? 3-നെ x കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. x-ൻ്റെ മുമ്പിലുള്ള സിമ്പിൾ ഏതാണ്? പ്ലസ് ആണ്. പ്രത്യേകിച്ച് സിമ്പിളൊന്നും വ്യത്യാസമില്ല. അപ്പോൾ 3-നെ x കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ 3x കിട്ടി. രണ്ടിൻ്റെയും ഫ്രണ്ടിലുള്ള സിമ്പിൾസ് പ്ലസ് ആണ്. ഫ്രണ്ടിലുള്ള സിമ്പിൾ പ്ലസ് ആണ്, അതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. 3-നെ x കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. 3 × x ചെയ്യുന്നു. രണ്ടും തമ്മിൽ ആഡ് ചെയ്യുന്നു. ഇനി നമുക്ക് എന്ത് കിട്ടി? 3 × -2. അപ്പോൾ -6 + 3 × x എന്ന് പറയുന്നത് 3x ആണ്. അപ്പോൾ -6 + 3x ആയി. നമ്മളിനി അടുത്തത് ചെയ്യുന്നത് x × 3 - x ആണ്. x × 3 - x ചെയ്യുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? x-നെ കൊണ്ട് ആദ്യം നമ്മൾ 3-നെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ x-നെ കൊണ്ട് 3-നെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. x × 3. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നത്? x-നെ കൊണ്ട് ഈ x-നെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ഫ്രണ്ടിലൊരു സിമ്പിൾ ഉണ്ട്. എന്താണ്? മൈനസ് സിമ്പിളാണ്. അപ്പോൾ ആ മൈനസ് സിമ്പിൾ ഇവിടെ എഴുതണം. -x-നെ കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? x-നെ മൾട്ടിപ്ലൈ ചെയ്യുന്നത്. x-നെ കൊണ്ട് നമ്മൾ -x-നെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ x × -x എന്ന് എഴുതി. ഒന്നുപോലെ x × -x എന്ന് എഴുതാം, അല്ലെങ്കിൽ -x × x എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? x × 3 എന്ന് പറയുന്നത് 3x ആണെന്ന് കിട്ടി. അതേപോലെ തന്നെ -x × x എന്ന് പറയുന്നത് -x² ആണെന്ന് കിട്ടി. അപ്പോൾ 3x - x² എന്നുള്ളത് നമുക്ക് കിട്ടി. ഇനി നമുക്ക് അടുത്തൊരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. -3 × 2 - x. ഇതെങ്ങനെ ചെയ്യാം? നമുക്ക് ഫ്രണ്ടിലും ഒരു മൈനസ് വന്നിട്ടുണ്ടല്ലേ. ഇതെങ്ങനെ ചെയ്യും? നമ്മൾ വീണ്ടും ആ എക്സ്പാൻഷനിലേക്ക് പോകേണ്ട ആവശ്യമില്ല. നമുക്ക് എങ്ങനെ ചെയ്യാം? -3 × 2 ചെയ്യാം. 2-ൻ്റെ ഫ്രണ്ടിൽ സിമ്പിൾസ് ഒന്നുമില്ല. അപ്പോൾ -3 × 2 ആണ്. -3 × 2 ആണ്. -3 × 2. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? -3 ×
മൈനസ് എക്സ് ചെയ്യുന്നു. -3നെ -x കൊണ്ടാണ് ഗുണിക്കുന്നത്, എക്സ് കൊണ്ടല്ല. എക്സിൻ്റെ മുമ്പിൽ ഒരു നെഗറ്റീവ് സൈൻ ഉണ്ട്. അപ്പോൾ -3നെ -x കൊണ്ട് ഗുണിക്കുന്നു. അപ്പോൾ -3 × -x എന്ന് പറയുന്നത് +3x ആണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഇതിനെ സിംപ്ലിഫൈ ചെയ്ത് കഴിയുമ്പോൾ -3 × 2 എന്ന് പറയുന്നത് -6 ആണെന്ന് കിട്ടി, +3x ആണ്. അപ്പോൾ -6 + 3x ആണെന്ന് നമുക്ക് കിട്ടി. ഇനി അടുത്തൊരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. -3 × -2 + x ആണ് നമ്മുടെ അടുത്ത എക്സാമ്പിൾ. ഇതെങ്ങനെ ചെയ്യാം? -3നെ നമ്മൾ ആദ്യം -2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. -3 × -2 എന്ന് പറയുന്നത് എന്താണ്? 6 ആണ്. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? -3നെ കൊണ്ട് +x-നെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ -3 × +x എന്ന് പറഞ്ഞാൽ -3 × x ആണ്, -3x ആണ്. അപ്പോൾ -3 × x ചെയ്യുന്നു, -3x ആണ്. അപ്പോൾ എന്ത് കിട്ടി? 6 - 3x എന്ന് നമുക്ക് കിട്ടി അല്ലേ? അപ്പോൾ അത് സിമ്പിളായിട്ട് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി അടുത്തത് നമുക്ക് ചെയ്യാവുന്നത് ഒരു എക്സാമ്പിളോടെ ചെയ്ത് നോക്കാം. -x × -x × 3 - x. ഇതുകൂടെ ചെയ്ത് നോക്കാം. ഇതെന്ന് പറയുന്നത് -x-നെ നമ്മൾ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു? +3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ -x-നെ +3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? -x-നെ -x കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, -x-നെ -x കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. -x-നെ -x ആണ്, എക്സിൻ്റെ മുമ്പിൽ ഒരു നെഗറ്റീവ് സൈൻ ഉണ്ട്. അപ്പോൾ -x-നെ -x കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? +x² കിട്ടി. സാധാ x² മാത്രമാണ് കിട്ടിയത്. പക്ഷേ x² എന്ന് പറയുമ്പോൾ എന്താണ്? പ്ലസ് ആണ്, അത് നെഗറ്റീവ് അല്ല. നെഗറ്റീവ് ആണെങ്കിൽ ഒരു മൈനസ് സിമ്പിൾ ഫ്രണ്ടിലുണ്ടാവും. -x × -x എന്ന് പറയുന്നത് +x² ആണ്. അപ്പോൾ നമ്മൾ അങ്ങനെ എഴുതി. ഇനി ഈക്വൽ ടു -x × 3 എന്ന് പറയുന്നത് -3x ആണ്, പ്ലസ് എന്താണ്? x². അപ്പോൾ നമുക്കത് അതും കിട്ടി, കറക്റ്റായിട്ട് കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ ഒരു കാര്യം ആലോചിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു മെത്തേഡ് എന്താ പറയുക, നമ്മൾ കുറേ പ്രാവശ്യം ചെയ്ത് കഴിയുമ്പോൾ ഒരു എക്സ്പീരിയൻസിൽ കൂടി മനസ്സിലാക്കുന്നൊരു കാര്യമാണ്. ഇതിപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്ത 2 വഴികളുണ്ട്, 2 രീതിയിൽ നമ്മൾ ചെയ്തിരുന്നു. ആ രീതികളിൽ തന്നെ ചെയ്തു പോവുക. അങ്ങനെയുള്ള പ്രോബ്ലംസ് വരുന്ന സമയത്ത് ഈ ഒരു ചെയ്യുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായിട്ടില്ലെങ്കിൽ പഴയ ആ രീതി തന്നെ നിങ്ങൾ ഉപയോഗിച്ച് പോവുക. ഇനി ഇത് മനസ്സിലായെങ്കിൽ നിങ്ങളിങ്ങനെ ചെയ്തു പഠിക്കുക. കുറച്ച് എക്സ്ട്രാ പ്രോബ്ലംസ് ചെയ്ത് കഴിയുമ്പോൾ, അതായത് നേരത്തെ ചെയ്ത പ്രോബ്ലംസ് ഒരുപാട് ചെയ്ത് കഴിയുമ്പോൾ കുറച്ച് ബേസിക് കിട്ടിക്കഴിയുമ്പോൾ മാത്രമാണ് ഇതെന്താണെന്നുള്ളത് കറക്റ്റായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ, എന്തുകൊണ്ടാണ് ഈ രീതിയിൽ ചെയ്യുന്നതെന്ന്. അപ്പോൾ ഇതിപ്പോൾ മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല, കഴിഞ്ഞ രീതികളിൽ തന്നെ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുക. ഇത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഈ ഒരു രീതിയിലേക്ക് വരുത്താൻ നോക്കുക. ഈ ഒരു രീതിയിലും ചെയ്യാൻ പറ്റും എന്നുള്ളത്, സിമ്പിൾ സ്റ്റെപ്പുകളിൽ ചെയ്യാൻ പറ്റും എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ നമ്മൾ ചെയ്തത്. അപ്പോൾ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കഴിഞ്ഞ രീതിയിലുള്ള പ്രോബ്ലംസ് കുറേ ചെയ്ത് പഠിക്കുക, എന്നിട്ട് ഈ ഒരു രീതിയിലേക്ക് വരാൻ നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. താങ്ക് യു.